എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. ഇന്നിപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് നിങ്ങൾ പരിചയപ്പെടുത്താമെന്ന് കരുതി. എല്ലാവരും കുറച്ച് സമീപത്തായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ് നമ്മുടെ കാല് മസാജ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്. ക്രീമൊന്നുമല്ല, അതൊരു മെഷീനാണ്. നമ്മളിപ്പോൾ പെഡിക്യൂർ ചെയർ നിങ്ങൾക്കറിയാം, ജക്കോസി വലിയ മെഷീനാണെങ്കിൽ നമുക്ക് ബാക്ക് സൈഡ് മസാജ് ചെയ്യാനായിട്ടുള്ള മെഷീൻസ് വരുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് നമ്മൾ പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ കാലിൻ്റെ കാഫ് മസിലും അതുപോലെയുള്ള കാലിൻ്റെ അടിവശമൊക്കെ മസാജ് ചെയ്യാനുള്ളൊരു സംവിധാനവും കാര്യങ്ങളൊന്നും പെഡിക്യൂറിലും ഇല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മെഷീൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. പലർക്കും നമ്മുടെ പാർലറിൽ വരുന്നവർ പ്രത്യേകിച്ചും കുറച്ച് സമയം നമ്മുടെ അടുത്ത് ചിലവഴിക്കുമ്പോൾ അതിനൊരു റിലാക്സ് ചെയ്യാനും അതുപോലെ തന്നെ പലർക്കും കാലിന് പെയിനൊക്കെ ആയിട്ട് വരുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നന്നായിട്ട് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ കരുതി ഏതാണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ അവിചാരിതമായിട്ട് ഇതിൽ നടന്നപ്പോൾ എന്താ പറയുക, ഇവിടെ വന്നിട്ടുണ്ട് സാധനം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് കാണിക്കാം. ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, ഭയങ്കര സുഖം. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വിലയൊക്കെ എന്തായാലും പറഞ്ഞുതരാം. സാധനം അവിടെ ഇരിക്കണം, ആ പാക്ക് കണ്ടോ അജീഷ, ഒന്ന് കാണിച്ചോ, താഴെ ഇരിക്കണുണ്ടോ? അപ്പോൾ ഇതാണ് സാധനം. വന്ന് ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നും ആ പ്രൊഡക്റ്റും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്രൊഡക്റ്റ്, ലെഗിൻ്റെ മസാജ് ചെയ്യണ മെഷീൻ. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കാണുന്നതാണ് മെഷീൻ. ഇതതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. നമുക്കിത് പ്ലഗ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലഗ് ഉണ്ടാവും. അത് ഇതിൽ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ തന്നെ സ്വിച്ച് ഓണും ഓഫ് ആക്കാനുള്ളൊരു പവറിൻ്റെ പ്ലഗും കൂടെ ഉണ്ടാവും. അതിനുശേഷം ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ സ്റ്റാർട്ടായി. ദെൻ ഇത് വൈബ്രേഷൻ്റെയാണ്, 3 സ്പീഡിലുള്ള വൈബ്രേഷനാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് നമുക്ക് ഇതേപോലെ തന്നെ കൺട്രോൾ ചെയ്യാം. ദെൻ ഇതിന് ഓഫായി. പിന്നെ മസാജർ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ കാണാം. അതിൻ്റെ അതുപോലെ തന്നെ നമുക്ക് സ്പീഡ് കൂട്ടാം. ഇതാണ് അതിൻ്റെ ഒരു പ്രവർത്തന സെറ്റപ്പ്. അതുപോലെ തന്നെ അത് വീണ്ടും ഇത് കഴിഞ്ഞാൽ എല്ലാം നോർമലൈസ് ആവും. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങളെ എൻ്റെ കാലെന്ന് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മെഷീൻ. ഞാൻ ഷൂസൊക്കെ ഊരിയിട്ടു. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ് കാലിങ്ങനെ ഇറക്കി വയ്ക്കുക. അപ്പോൾ ഈ പലരും ഉപയോഗിക്കുന്നതാകുമ്പോൾ ഇത് ക്ലീൻ ചെയ്യണ ഒരു പ്രശ്നം നിങ്ങൾക്ക് ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ നോക്കി നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലോത്ത് നമുക്ക് ഇവിടുന്ന് സിബ് വെച്ചിട്ട് നമ്മൾ റെയിൻ കോട്ടിൻ്റെ ഒക്കെ പോലെ ഇവിടെ വെച്ചിട്ട് തന്നെ ഇവിടുന്ന് അഴിച്ചെടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വേണമെങ്കിൽ അഴിച്ചിട്ട് കഴുകി ക്ലീനാക്കി വെക്കാം. അത് ഓരോ പ്രാവശ്യം നമുക്ക് ഇതേപോലെ വേണമെങ്കിൽ അഴിച്ചെടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിത് വർക്ക് ചെയ്യാം. ഒന്ന് ഇരുന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, നമ്മൾ കാലിയേറ്റിച്ചു. ഇത് നിലവിൽ ഓണായിട്ട് തന്നെ ഇരിക്കണേ. ഇത് വൈബ്രേഷൻ. ആഹാ, കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഡെയിലി വന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷനൊക്കെ പോകുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക, ഒരു ബോഡി സ്പായൊക്കെ ചെയ്യാൻ പോയ ഫീലുണ്ട്. നമ്മുടെ എല്ലാവരും പറയില്ല, നമ്മുടെ കംപ്ലീറ്റ് വെയിൻസും കാലിൻ്റെ അടിയിലാണല്ലോ വരുന്നത്. അപ്പോൾ അവിടെ ആ വൈബ്രേഷൻ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ ഇപ്പോൾ വൈബ്രേഷൻ്റെ സ്പീഡ് കൂടി. ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആയി, പക്ഷേ വൈബ്രേറ്റ് ചെയ്യണ സ്പീഡ് കുറഞ്ഞു, ആ ഫ്രീക്വൻറ്റ് കുറഞ്ഞു, പക്ഷെ നല്ല സ്ട്രോങ് ആയി. ഇനി നമുക്ക് വൈബ്രേഷൻ വേണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് മസാജിങ് തുടങ്ങാം. നമുക്ക് അവനെ വീട്ടിൽ കൊണ്ടു വെച്ചാലും നല്ലതെന്ന് തോന്നുന്നു. വൈകുന്നേരം നമ്മുടെ ജോലിയും തിരക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇത് ഓണാക്കുക, കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലേക്ക് കാലിറക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുഖമുണ്ട്. ഇത് അതേപോലെ തന്നെ ഇതിൻ്റെ സ്പീഡ് കൂട്ടാം. ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യണ അതിൻ്റെ ആ ഒരു സ്പീഡ് കൂടി. നമ്മുടെ താഴത്തെ കാഫ് മസിലിൻ്റെ പകുതി വരെ ഇതിൻ്റെ ഇത് എത്തുന്നുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ജീൻസ് ഊരിയിട്ടിട്ട് വേണം ഇരിക്കാൻ. സോക്സ് കുഴപ്പമില്ല, പക്ഷേ ജീൻസ് ഊരിയിട്ടിട്ട് വേണം ഇരിക്കാൻ. എനിക്ക് വേണമെങ്കിൽ ഇതൊന്നും പാടില്ല. ശരിക്കും ചെയ്യുകയാണെങ്കിൽ നമ്മൾ സോക്സും പാൻറ്റും ഒക്കെ ജീൻസൊക്കെ ഊരിയിട്ടിട്ട് പ്ലെയിൻ ആയിട്ടുള്ള കാലാണ് ഇറക്കി വയ്ക്കേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി എഫക്റ്റ് കിട്ടും. ഇത് ചില സ്ഥലത്ത് എനിക്ക് വേദന എടുക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻസിൻ്റെ ഇത് ഒരയുണ്ട്. അപ്പോൾ ഇത് ഇനി അതിൻ്റെ അടുത്തൊരു മോഡിലേക്ക് ഇടാം. അത് പറഞ്ഞാൽ കുറച്ചുകൂടി സ്മൂത്തായിപ്പോൾ ഭയങ്കര റിലാക്സ്. ഇനി നമുക്ക് വേണമെങ്കിൽ വൈബ്രേഷൻ ഇതും കൂടെ ഒരുമിച്ചിടാം. ഇപ്പോൾ ഒരു ഇരട്ടി എഫക്റ്റാണ്.
ഓക്കെ. അപ്പോൾ ഇത് എന്നോട് ആക്ച്വലി ഞാനിത് പരിചയപ്പെടുത്താൻ കാരണം എനിക്ക് വേണം ഒരു 5-6 മാസം തൊട്ട് കുറേ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന ലെഗ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാവുന്ന സാധനം നല്ലതാണ്, നമുക്ക് പാർലറിൽ കസ്റ്റമേഴ്സ് വന്നു കഴിയുമ്പോൾ അവർക്ക് റിലാക്സ് ചെയ്യാനും. കസ്റ്റമേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർലറിൽ വരുന്നത് എനിക്ക് തോന്നണേ ഇതൊന്ന് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഈ വൈബ്രേഷൻ സൗണ്ട് ചിലപ്പോൾ ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പലരും ഞാനിത് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കസ്റ്റമേഴ്സ് പാർലറിലേക്ക് വരുന്നത് ജസ്റ്റ് ഒരു ഫേഷ്യൽ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രമല്ല, അവർക്ക് അതോടെ ഒരു റിലാക്സേഷൻ കൂടി കിട്ടണം. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു പെഡിക്യൂർ കഴിഞ്ഞു, അല്ലെങ്കിൽ പെഡിക്യൂറിന് മുന്നേ ആയിട്ട് നമുക്കൊരു മസാജർ, എല്ലാവരും പെഡിക്യൂർ ചെയ്ത് കഴിയുമ്പോൾ മസാജ് കൊടുക്കുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു പെഡിക്യൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരൊരു സൈഡിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ചെയർ, ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ചെയർ കൊടുത്തിട്ട് ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ അവരൊരു 5 മിനിറ്റ് റിലാക്സ് ആവും. അപ്പോൾ 5 മിനിറ്റ് റിലാക്സ് ആയി അവർ ഹാപ്പി ആവുന്ന സമയത്ത് നിങ്ങൾ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്നും പറയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചെടുത്ത് നമ്മുടെ കസ്റ്റമർക്ക് മാക്സിമം അവരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് വിടാനുള്ളൊരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ കസ്റ്റമർ ഹാപ്പി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള ആഡ് ഓൺസ് നിങ്ങളുടെ പാർലറിൽ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ട് ആ കസ്റ്റമർ എൻ്റെ ഇന്ന പാർലറിൽ പോയി കഴിഞ്ഞാൽ അവിടെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞാനൊന്ന് അവിടം വരെ പോയിട്ട് വരട്ടെ എന്ന് പറയുന്ന ഒരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ബിസിനസ് എന്താവുള്ളൂ, സക്സസ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ കൂടുതൽ അപ്ഡേറ്റഡ് ആയ ഇത്തരത്തിലുള്ള മെഷീൻസും കൂടുതൽ അപ്ഡേറ്റായ ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, കൊറോണയ്ക്ക് ശേഷം ഒട്ടുമിക്ക പാർലറുകളും റിനോവേറ്റ് ചെയ്യാണ്. വളരെ നല്ല ഒരു തീരുമാനമാണ്. അതുപോലെ തന്നെ ഹൈജീനിക് സൈഡ് എല്ലാവരും വളരെ കാത്തു സൂക്ഷിക്കേണ്ടത്. നമ്മുടെ ഇവിടുന്ന് പലരും സാനിറ്റൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഫോഗ് മെഷീൻ അതുപോലെ തന്നെ സാനിറ്റൈസേഴ്സ് എല്ലാവരും കൊണ്ടുണ്ട്, 5 ലിറ്ററിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് എല്ലാവരും ആ കാര്യത്തിൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ സന്തോഷം നമ്മൾ ഉറപ്പാക്കിക്കൊണ്ട് വേണം നമ്മുടെ ബിസിനസ് മുന്നോട്ട്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്ക് തൽക്കാലം ബൈ.